لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد صلاة تحيا بها أرواحنا وتنشط بها جوارحنا وتقوى بها قلوبنا ويسري سرها في أولادنا وأهلينا وأصحابنا ونكون بها سعداء مسعودين ഏറ്റവും ബഹുമാനമുള്ള കഴുതകളെപ്പോലെ നടുറോട്ടിൽ വെച്ച് വികാര നിർവഹണം വഹിക്കുന്ന കാലം ഖിയാമത്ത് നാൾ നിൽക്കുന്നവരിൽ ഉണ്ടാകുന്ന അടയാളമാണെന്നും മറ്റു ചില ഉലമാക്കൾ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ആ ഖിയാമത്ത് നാൾ അടുത്തിരിക്കുന്ന കാലത്ത് ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹു അവരുടെ ആഗമനം നാം എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹുവിന്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് വരക്കൽ മുല്ലക്കോയ തങ്ങൾ അവറുകളും അവിടുത്തെ അനുചരന്മാരും ഈ കേരളത്തിൽ ദുൽഖർനൈനി യഅ്ജൂജ് മഅ്ജൂജുകളുടെ ആക്രമണം തടയാൻ വേണ്ടി പടുത്തു തീർത്ത വൻമതിൽ പോലെ പടുത്തു തീർത്തിയ മഹത്തായ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അദ്ദേഹം അത് രൂപീകരിക്കുന്ന സമയത്ത് തന്നെ ദുആ ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി എന്ന് ഈ മഹാപ്രസ്ഥാനത്തിന്റെ പതാക ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹു അവർകൾ ഏറ്റെടുക്കുമെന്ന്. ഈ കാര്യം ഞാൻ ആദ്യമായി കുറെ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടത് നാസിർ കൂടത്തായി അവർകൾ പ്രസംഗിക്കുമ്പോഴാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളുമായി ബന്ധപ്പെടാൻ അവസരം ലഭിച്ചപ്പോൾ ഈയുള്ളവൻ അതേപ്പറ്റി അന്വേഷിക്കുകയുണ്ടായി. ആ അന്വേഷണ സമയത്ത് അർത്ഥശങ്കക്കിടയില്ലാത്ത രൂപം അവർ നമ്മളോട് പറഞ്ഞു തന്നു. അത് വളരെ അടുത്ത് തന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹു നേതൃത്വം ഏറ്റെടുക്കാനിരിക്കുന്ന മഹാപ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഖിയാമത്ത് നാളിന്റെ എല്ലാ ചെറിയ അടയാളങ്ങളും ഇവിടെ വന്നു കഴിഞ്ഞു. ആ അടയാളങ്ങളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു അടയാളമാണ് മിൻ ഇൻദിഹിം തഖ്റുജുൽ ഫിത്ന വതഊദു ഫീഹിം. അവരിൽ നിന്ന്, അതായത് പണ്ഡിതന്മാരിൽ നിന്ന് ഫിത്ന ഉണ്ടാവുകയും ആ ഫിത്ന പണ്ഡിതന്മാരിലേക്ക് മടങ്ങുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇത് അവസാന കാലഘട്ടത്തിന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. ഈ ലക്ഷണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അർത്ഥത്തിൽ വ്യക്തമായത് വർഷങ്ങൾക്ക് മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കെതിരെ സമാന്തര സമ്മേളനം ചിലർ സംഘടിപ്പിക്കുകയും അതിലേക്ക് പോകരുത് എന്ന് സംസ്ഥയുടെ ഉന്നതരായ നേതാക്കന്മാരുടെയും സുഹൃത്തായുടെയും നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് പോവുകയും ചെയ്തവർക്കെതിരെ ശിക്ഷാനടപടിയെപ്പറ്റി ആലോചിക്കാൻ വേണ്ടി ചേർന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ശൂറാ യോഗത്തിൽ നിന്ന് 6 ആളുകൾ ഇറങ്ങിപ്പോവുകയുണ്ടായി. എന്നു മുതൽ ഈ 6 ഫിത്ന ഈ കേരളത്തിൽ ആരംഭിച്ചു അന്നു മുതൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയ ആ അതിഭയങ്കരമായ ഫിത്ന നാം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സഹോദരന്മാരെ. ഈ ഫിത്ന അതിന്റെ അടിയോട് വേരോട് അവസാനിപ്പിക്കുക എന്നുള്ളത് ഉമ്മത്ത് മുസ്ലിമയുടെ കടമയാണ്. അതാണ് ഇനി നാം നിർവഹിക്കേണ്ടത്. കാരണം അത്രമാത്രം അഗാധമായ രീതിയിൽ ഉമ്മത്ത് മുസ്ലിമയെ അത് ഗ്രസിച്ചിട്ടുണ്ട്. ഏതെല്ലാം രൂപത്തിൽ ആ മഹാഫിത്ന അത് നമ്മെ ബാധിച്ചു എന്ന്
ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ ഈ കാര്യം ഇത് സമസ്ത കേരള ജമിയത്തുൽ ഉലമായിലുള്ള പിളർപ്പ്, അതല്ലെങ്കിൽ മറ്റുള്ള പിളർപ്പ് എന്നുള്ള രൂപത്തിൽ ഒരിക്കലും അറിയപ്പെടാനേ പാടില്ല. പിളർപ്പ് എന്നുള്ളത് സംഭവിച്ചിട്ടില്ല. പിളർപ്പ് എന്നുള്ളത് ഇനിയും സംഭവിക്കാൻ പോകുന്നില്ല. പിളർപ്പ് എന്നുള്ളത് സംഭവിച്ചു എന്നൊരാൾ പറഞ്ഞാൽ അവർക്ക് ധാർമ്മികമായ ചില അവകാശങ്ങൾ കൂടി വെച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കലും അത് സംഭവിച്ചിട്ടില്ല. സംഭവിക്കാൻ കാരണം ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹുവിന്റെ ആഗമനം വരെ അത് നിലനിൽക്കുകയും ചെയ്യും. ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹു അതിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്യും. ലാ ശക്ക വലാ റൈബ ഫീ. പക്ഷേ ഇവരുടെ ഈ സംഭവം കേരള ചരിത്രത്തിൽ അറിയപ്പെടേണ്ടത് കേരള മുസ്ലിംകളെ ഗ്രഹിച്ച ആറാൾ ഫിത്ന എന്ന പേരിലായിരിക്കണം ചരിത്രം ഓർക്കേണ്ടത് എന്ന് കൂടി ഈ സമയം ഉത്ബോധിക്കാൻ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് സഹോദരന്മാരെ. അത്രയും കാരണം ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖുദ്ദിസ സിർറുഹു അവർകൾ അദ്ദേഹത്തെ സിയാറത്ത് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അവരുടെ മഹത്വം എനിക്ക് ബഹുമാനപ്പെട്ട സാലിം ബാഖവി റളിയല്ലാഹു തആല അൻഹുവിന്റെ മഖ്ബറയിൽ ഞാൻ ഒരിക്കലും അള്ളാഹുവിന്റെ ഔലിയാക്കളുമായുള്ള ബന്ധം വിച്ഛേദിച്ചിട്ട് ജീവിച്ചിട്ടില്ല. സിയാറത്ത് ചെയ്യുമ്പോൾ ഒരു വാഖിഅയിൽ ഇങ്ങനെ കാണിക്കപ്പെടുകയുണ്ടായി. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, നീ എന്നും ഇദ്ദേഹത്തിന്റെ പേരിൽ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കണം. ആ എന്നിട്ട് ശംസുൽ ഉലമയുടെ മഹത്വവും അതുപോലെ അദ്ദേഹത്തിന്റെ സ്ഥാനം ഒരിക്കലും നമുക്ക് പറഞ്ഞാൽ പോലും ചിന്തിച്ചാൽ പോലും മനസ്സിലാക്കാൻ കഴിയാത്ത അത്രമാത്രം സ്ഥാനം ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു തരികയുണ്ടായി സഹോദരന്മാരെ. മാത്രമല്ല അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട താജുദ്ദീൻ ചക്രവർത്തി പെരുമാൾ അവരുടെ ഹദറത്തിൽ പോയപ്പോൾ അവിടെ നിന്നും അത് തന്നെയാണ് പറയുന്നത്. എന്തേ ഷേഖ് സാലിം ബാഖവി റളിയല്ലാഹു അൻഹു പറഞ്ഞതിൽ വല്ല സംശയവുമുണ്ടോ? കാര്യം അതാണ് ശരി. അത്രമാത്രം ഉന്നതരായിരിക്കുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു അങ്ങനെയുള്ള ഉന്നതമായ വ്യക്തിത്വമാണ് അവരെ ധിക്കരിക്കുക എന്ന്, ആ മഹാത്മാക്കളെ ധിക്കരിച്ചു കൊണ്ടിട്ട് ആ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും സമാന്തര സമ്മേളനം രൂപീകരിക്കുകയും ചെയ്യുക എന്ന് ചെയ്തത് അങ്ങേറ്റത്തെ ധിക്കാരമാണ്. ആലമുൽ അർവാഹ് മാത്രമല്ല, ആലമുൽ ബർസഖ് മാത്രമല്ല, ദീവാനു സ്വാലിഹീങ്ങൾ വരേക്കും ആ ധിക്കാരത്തിന് വളരെയധികം ഗൗരവത്തോടുകൂടെയാണ് കണ്ടിട്ടുള്ളത് സഹോദരന്മാരെ. കാരണം അതായത് മഹാത്മാക്കളുടെ ധിക്കാരം പ്രവർത്തിക്കുക എന്നുള്ളത് വളരെ അങ്ങേയറ്റത്തെ നഷ്ടം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കുന്നതാണ്. ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ഷാറാനി അവറുകൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ, അതായത് കിതാബുൽ ഉഹൂദിൽ ഒരു ഉദാഹരണം, ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഈ ധിക്കാരത്തിന് പൊരുത്തക്കേടിന്റെയും അർത്ഥം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഹജ്ജിന്റെ ബാബിൽ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അലി അൽ ഖവാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് ഒരു വലിയ പണ്ഡിതൻ, ഓരോ ദിവസവും ഓരോ ഖതം തീർക്കുന്ന പണ്ഡിതൻ, അതുപോലെ തന്നെ എല്ലാ ഇബാദത്തുകളിലും മുഖരിതാനാകുന്ന പണ്ഡിതൻ വന്നിട്ട് ബഹുമാനപ്പെട്ട അലി അൽ ഖവാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുന്നു, ഞാൻ ഈ വർഷം ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അങ്ങ് സമ്മതം തരണം. അപ്പോൾ അലി അൽ ഖവാസ് റളിയല്ലാഹു തആല അൻഹു പ്രത്യുത്തരം നൽകി, ഈ വർഷം നിങ്ങൾ പോകരുത്, നിങ്ങൾ ഈ വർഷം പോയാൽ നിങ്ങൾ മൻഖൂസായിട്ട് പൊരുത്തം കെട്ടവനായിട്ട് തിരിച്ചു വരേണ്ടി വരും എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ, ഹജ്ജിന് പോയാൽ എങ്ങനെയപ്പോ പൊരുത്തം കെടല് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോവുകയും പിന്നെ ആ വർഷം അദ്ദേഹം ഹജ്ജിന് പോവുകയും ചെയ്തതിന് ഹജ്ജിന്റെ ദിവസങ്ങളിൽ ഒരു ദിവസം ജുമാ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കയിലുള്ള ആളുകളെല്ലാം, ഹജ്ജിന് വന്നവരെല്ലാം. ഈ സമയത്ത് ഭയങ്കര ചൂടനുഭവിക്കുന്ന സമയമാണ്. ആ അനുഭവിക്കുന്ന സമയമായതുകൊണ്ട് ആളുകളെല്ലാം നിഴലെവിടെയാണെന്ന് നോക്കിപ്പോയിരിക്കുകയാണ്. ഖതീബിന്റെ ഖുതുബ അധികമാരും കേൾക്കുന്നില്ല. ഈ സമയത്ത് ഈ വന്ന ആള് എഴുന്നേറ്റ് നിന്ന് വിളിച്ചു കൂടി, കാരണം മക്കക്കാരെ, നിങ്ങളുടെ എല്ലാം ജുമാ ബാത്തിലായി പോയിട്ടിരിക്കുന്നു. കാരണം മുവാസിനുകളായ 40 പേര് ഈ ഖുതുബ കേട്ടിട്ടില്ല, അതുകൊണ്ട് രണ്ടാമത് ഖുതുബ ഓതണം എന്ന് പറഞ്ഞപ്പോ ബഹളമായി. അവിടെ ബഹളമാവുക മാത്രമല്ല, ആ പറഞ്ഞത് എന്താണ്, ശാഫിഈ മദ്ഹബ് അനുസരിച്ച് അങ്ങനെ തന്നെയാണ് എന്ന് പറയുകയും ചെയ്തു. രണ്ടാമത് ഖുതുബ നിർത്തി
വീണ്ടും ജുമ രണ്ടാമത് ആരംഭിക്കുകയുണ്ടായി. ഈ സമയത്ത് അവിടെ ആ കാലഘട്ടത്തിലെ ഗൗസും ആ കാലഘട്ടത്തിലെ കുതുബുകളും ഔതാദുകളും അബ്ദാലുകളും നിജബാലുകളും നുഹബാവുകളും അഹ്ലുദ്ദീവാനും അഹ്ലുന്നൂബയും എല്ലാം ആ സദസ്സിലുണ്ട്. അവർക്കെന്ത് നാട്? അവർക്ക് ലോകം മുഴുവനും നാടാണ്. പക്ഷേ അവരെ കൊണ്ട് ഒരു അമൽ ഇവർ ചെയ്യിപ്പിച്ചു, ഇദ്ദേഹം ചെയ്യിപ്പിച്ചു. അതായത് അവർ തുടങ്ങിയ ഒരു അമലിനെ നഷ്ടപ്പെടുത്താൻ, ബാത്തിലാക്കാൻ ഇയാൾ കാരണമായി. ഒരു അള്ളാഹുവിന് വേണ്ടി തുടങ്ങിയ ഒരു കാര്യം ബാത്തിലാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ കുറ്റകരമാണ്. മഹാത്മാക്കളുടെ ഹക്കിൽ ലാ തുബ്തിലു അഅമാലക്കും. ഈ കാര്യം അവരിൽ നിന്നുണ്ടായപ്പോൾ അവർക്ക് അങ്ങേയറ്റത്തെ വെറുപ്പ് മനസ്സിൽ ഉത്ഭൂതമായി. ഈ മനുഷ്യനോട് കാരണം ഇത് അങ്ങേയറ്റത്തിൽ ധിക്കാരമാണ്. ഈ മഹാസദസ്സിൽ അവർ പ്രവർത്തിച്ചത് അതുപോലുള്ള മഹാത്മാക്കൾ തന്നെയായിരുന്നു. ആ കാലഘട്ടം കണ്ട ഏറ്റവും ഉന്നതരായ മഹാത്മാക്കളായിരുന്നു ശംസുൽ ഉലമായും കണ്ണിയത്തും അതുപോലെ സമസ്തയിലുള്ള മറ്റു ചില മഹാത്മാക്കളും. അവരെ ധിക്കരിച്ചുകൊണ്ടാണ് ഇവർ പുറത്തു പോയിട്ടുള്ളത് സഹോദരന്മാരെ. അപ്പോൾ ഇങ്ങനെ ഹജ്ജെല്ലാം കഴിഞ്ഞ് രണ്ടാമത് നാട്ടിലേക്ക് ഇയാളെ തിരിച്ചു വരുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ഇയാൾ മനസ്സിലാക്കുന്നില്ല. വേറെ പോയ കാണുന്നവരോടൊക്കെ പറയുന്നത്, ഞാൻ ഈ വർഷം ഹജ്ജിന് പോയിട്ടില്ലായിരുന്നെങ്കിൽ മക്കക്കാർക്ക് ജുമ ഉണ്ടാകുമായിരുന്നില്ല. ഇവർ പറയുന്നത് പോലെ തന്നെ ഞങ്ങളില്ലായിരുന്നെങ്കിൽ ഇവിടെ സുന്നത്ത് ജമാഅത്തില്ല എന്ന് പറയുന്നത് പോലെ. അത് ബഹുമാനപ്പെട്ട കണ്ണിയത്തിനെയും അതുപോലെ ശംസുൽ ഉലമായും ധിക്കരിച്ചില്ലായിരുന്നെങ്കിൽ ഇവിടെ സുന്നത്ത് ജമാഅത്തില്ല എന്നും പറയുന്നത് പോലെ തന്നെ. അപ്പൊ അലിയുൽ ഖവാസ് റളിയല്ലാഹു അൻഹു ഈ മനുഷ്യനെ നോക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ഷാറാനി അവരോട് പറഞ്ഞു, ഞാൻ അയാളെ നോക്കുമ്പോൾ കേവലം ഒരു കാലി സഞ്ചി പോലെയാണ്, ഒരു തോൽപാത്രം പോലെയാണ് എനിക്ക് അയാളെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അയാൾക്ക് മരിക്കുമ്പോൾ ഈമാൻ കിട്ടുമോ എന്ന് എനിക്ക് സംശയമാണ്. അത്രയും ഭയങ്കരമാണ് സഹോദരന്മാരെ. അള്ളാഹുവിന്റെ മഹാത്മാക്കളായിരിക്കുന്ന ഔലിയാക്കളെ ധിക്കരിക്കുക എന്നുള്ളത് ആ ധിക്കാരമാണ് ഇവരിൽ ഉണ്ടായിട്ടുള്ളത്. ആ ധിക്കാരത്തിൽ നിന്ന് മാപ്പ് ചോദിച്ച്, ആ മഹാത്മാക്കളോട് മാപ്പ് ചോദിച്ച് അവർ അതിന് വേണ്ടത് ചെയ്തിട്ട് മടങ്ങാത്ത കാലത്തോളം ഇവർ ചെയ്യുന്ന ഒരു അമലും ഉണ്ടാവുകയില്ല, അതിന്റെ പൂർണ്ണത പ്രാപിക്കുകയില്ല. മാത്രമല്ല, ഈ അടുത്ത ദിവസങ്ങളിൽ ഉള്ളാളം നടന്ന ഒരു സനദ്ദാന സമ്മേളനത്തിൽ പോലും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. ഒരാളുടെ കേസറ്റ് ഞാൻ കേൾക്കുകയുണ്ടായി. അതിൽ പറഞ്ഞു, ഏതോ ഒരു വലിയ മഹാൻ അപ്പൊ ബഹുമാനപ്പെട്ട DKയെ പറ്റിയിട്ട് 3 അക്ഷരമുള്ള ഒരു പദം ഉപയോഗിച്ചതിനെ തങ്ങളെ ഹിക്കായത്താക്കിയതിന്റെ പേരിൽ എന്തെല്ലാം കോലാഹലമാണ് നടന്നത് എന്ന്. യഥാർത്ഥത്തിൽ അത് ഒന്നുകൂടി രണ്ടാമത് കൂടി അവിടെ ആവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത് സഹോദരന്മാരെ. യഥാർത്ഥത്തിൽ ഈ ആവർത്തനം കൊണ്ടിട്ട് ഏറ്റവും അധികം പ്രയാസപ്പെട്ടിട്ടുള്ളത് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി അവர்கள் തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നോക്കണം, വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം എനിക്ക് കോഴിക്കോട് വരാൻ അവസരമുണ്ടായപ്പോൾ AP അബൂബക്കർ മുസ്ലിയാരും മറ്റുള്ളവരുമായി പുളിക്കല് ഒരു മസ്ജിദിന്റെ കുറ്റിയടിക്കൽ കർമ്മത്തിന് പോകാനുള്ള അവസരം ഉണ്ടായി. അതിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കൊന്ന് CM വലിയുള്ളാഹിയെ കാണണം. നമുക്ക് കാണാമല്ലോ. എങ്ങനെ പറഞ്ഞു അങ്ങോട്ട് പോയി. അങ്ങനെ CM വലിയുള്ളാഹിയുടെ അവിടെ മൂപ്പന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, അത് എല്ലാവരെയൊന്നും കടത്തുകയൊന്നുമില്ല. എന്ന് മാത്രമല്ല, പ്രത്യേകിച്ച് പുത്തനാശയക്കാരോട് വല്ല ബന്ധവുമുണ്ടെങ്കിൽ അവരെ ബഹുമാനപ്പെട്ടവർക്ക് തീരെ ഇഷ്ടമില്ല. അപ്പൊ പറഞ്ഞു ശരി. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ പള്ളിയിൽ നിൽക്ക്, ഞങ്ങൾ പോയിട്ട് അദ്ദേഹത്തോട് വിവരം പറഞ്ഞിട്ട് തിരിപ്പിക്കാം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ ഈ പള്ളിയിൽ നിൽക്കാം. അപ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ അനുജനും അതുപോലെ മറ്റുള്ളവരും പോയി. അപ്പോൾ അവിടെ അവയിലത്ത് തങ്ങൾ അവരുകളും അവിടെ ഉണ്ട്. അങ്ങനെ അവരവിടെ എത്തുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, ആ പള്ളിയിൽ നിൽക്കുന്ന ആളെ ഇങ്ങോട്ട് വിളിപ്പിക്ക് എന്ന് പറഞ്ഞപ്പോ ആള് വന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ, സുന്നത്ത് ജമാഅത്ത് എവിടെയായിരുന്നാലും സുന്നത്ത് ജമാഅത്ത് തന്നെ. പിന്നെ ഈ ലോകത്ത് 3 കോടിയോളം സിഹർ ഓരോ ദിവസവും സംഭവിക്കുന്നുണ്ട്. എനിക്ക് സിഹർ ബാത്തിലാക്കി എന്റെ കാഴ്ചയെല്ലാം നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾ എന്നെ കണ്ടിട്ടേ ഇല്ലേ? നീ എന്നോട് ചോദിക്കുക. ഞാൻ പറഞ്ഞു, കണ്ടിട്ടില്ല. എന്നെ കണ്ടിട്ടേ ഇല്ല. വീണ്ടും കാരണം ഒരു മനുഷ്യനെന്ന് സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ആത്മാവ് ചിലപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ശരീരം അറിഞ്ഞുകൊള്ളണമെന്നില്ല.
ചിലപ്പോൾ ആത്മാവിന്റെ സിറ് ചെയ്യുന്ന പ്രവൃത്തി ആത്മാവ് അറിഞ്ഞു കൊള്ളണമെന്നില്ല. അദ്ദേഹം അങ്ങനെയാണ് ആ സമയത്ത് ചോദിക്കും, ഞാൻ പറഞ്ഞു കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ചില കാര്യങ്ങൾ, പിന്നെ ഹജ്ജിനെ പറ്റിയുള്ള കാര്യങ്ങളും ഓരോ കാടുകയറിയുള്ള സംസാരങ്ങളും സംസാരിച്ചു. അപ്പൊ അതിന്റെ ഇടയിൽ ഏപ്പിക്ക് അന്ന് ഒരു പനി വരുന്നുണ്ടായിരുന്നു. ആ പനി വരുമ്പോൾ അല്പം തേനെടുത്തിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ മന്ത്രിക്കാൻ വേണ്ടി കൊടുത്തു. അപ്പൊ അദ്ദേഹം തന്നെ മന്ത്രിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ പറയുന്നു, ആ പനി വേണ്ട കേട്ടോ, ആ പനി വേണ്ട കേട്ടോ, ആ പനി വേണ്ട കേട്ടോ എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് വിചാരിച്ച ഈ പനിയെ പറ്റി പറയുന്നതാണ് എന്നാണ്. പക്ഷെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകമായിരിക്കുന്ന രാപ്പനിയുണ്ട്, ആ രാപ്പനി വേണ്ട എന്ന് പറയുന്നതാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സമയം. ഇത് CM വലിയുള്ളാഹി അവറുകൾ പറഞ്ഞിട്ട്, പക്ഷേ ഈ ജനത്തിന് ഇവർക്ക് ഇതെന്ന് മജ്നൂബുകളുടെ വർത്തമാനം എന്ത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവൊന്നുമില്ല. വെറുതെ അങ്ങനെ ചുറ്റിപ്പറ്റി ആളുടെ മുമ്പിൽ കാണിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ആ സമയത്ത് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും ഇവർ നടപ്പിൽ വരുത്തിയിട്ടുമില്ല. പക്ഷേ ഇവർ ആളെ കാണുമ്പോൾ ഞങ്ങൾ CM വലിയുള്ളതിന്റെ ആളാണ്, ഞങ്ങൾ വടകര മുഹമ്മദാജിന്റെ ആളാണ് എന്ന് കാണിച്ച് ജനങ്ങളെ പൊട്ടിത്താക്കാൻ ഇപ്പോഴത്തെ അതിനേക്കാൾ വലിയ പൊട്ടീസുമായി ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് മാലിക്കി അവരുകളെ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവർ മാലിക്കിയല്ല, അതിനേക്കാൾ അപ്പുറമുള്ള ആളെ കൊണ്ടുവന്നാലും ഒന്നുമല്ല എന്നുള്ളതിനുള്ള ചില ഉദാഹരണം, ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ സമയമുണ്ടെങ്കിൽ വെക്കുന്നതാണ്. കാരണം ഇവരിൽ ധിക്കാരമുണ്ടായിക്കഴിഞ്ഞാൽ, ധിക്കാരമുണ്ടായി കേവലം താസുബ് അവരുടെ മനസ്സിനെ സ്വാധീനിച്ചപ്പോൾ എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ശ്രീലളിതരായി ജനങ്ങളുടെ മുമ്പിൽ വരണമെന്നുള്ളത് ഒരു മക്സദല്ലാതെ അള്ളാഹുവിന്റെ ദീനോ അതല്ലെങ്കിൽ ദീനിന് വേണ്ടിയിട്ട് ലക്ഷ്യമോ അവരുടെ ഉള്ളിലില്ലേ ഇല്ല. കാരണം അത് ധിക്കാരികളിൽ നിന്ന്, കാരണം ഒരു വലിയും വെറുത്തു കഴിഞ്ഞാൽ അത് സകല ഔലിയാക്കളും വെറുക്കും, അതുപോലെ അമ്പിയാക്കളും വെറുക്കും, അള്ളാഹും അവിടുത്തെ നബിയും വെറുക്കും. ഇങ്ങനെയാണ് ഈ ലോകത്തിന്റെ കടപ്പ് സഹോദരന്മാരെ. എന്നാൽ ഇവരിൽ നിന്ന് വന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾ എടുത്തു പറഞ്ഞു പോയാൽ സമയം വളരെ അധികരിച്ചു പോകും. ഇപ്പോൾ ഇവർ കാണിക്കുന്ന കോപ്രാട്ടികളിൽ ആരും വഞ്ചിതരായി പോകരുത്. കാരണം എനിക്ക് അറിയാം, ഇവർ അതായത് ഉള്ളാളം സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ അവർ പ്രസിഡന്റും, കുമ്പൂൽ ആറ്റക്കോയ തങ്ങൾ സെക്രട്ടറിയും, അതുപോലെ MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ മാനേജർമാരുടെ മാനേജറുമായിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ കുട്ടികൾക്കെല്ലാം എന്തോ ചില്ലറ അവസരങ്ങൾ വന്നപ്പോ അവസാനം ഇവർ ലോകത്തിന്റെ കുത്തുബാണെന്നും അതുപോലെ തന്നെ ലോകത്തിന്റെ എല്ലാമാണെന്നും അവകാശപ്പെടുന്ന ഇവർ കേവലം സഹായത്തിനായിട്ട് പോയത് തൊപ്പത്തുള്ള ഒരു ഹിന്ദു ഒരു പട്ടരുടെ ജ്യോത്സ്യരുടെ അടുക്കലാണ്. അങ്ങനെ ആ ജ്യോത്സ്യനെ കൂട്ടിക്കൊണ്ടുവന്ന് അവന്റെ പൂജാ പരിപാടികൾ അവരുടെ സ്ഥാപനത്തിൽ നടത്തിയിട്ട് അവർ അതിൽ നിന്ന് പരിഹാരം കാണാൻ ശ്രമിച്ചു. ഇത് ആലോചിച്ച് നോക്കുമ്പോൾ സഹോദരന്മാരെ, വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീന വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. അല്ലാഹുവിനും അവിടുത്തെ റസൂലിനും വിശ്വാസികൾക്കും ഇസ്സത്തുണ്ട്. ആ ഇസ്സത്ത് ഒരിക്കലും അന്യ മുസ്ലിമീങ്ങളല്ലാത്തവരുടെ മുമ്പിൽ കാഴ്ചവെക്കുന്ന അവസ്ഥ മുസ്ലിമുകൾ എന്നിട്ട് ഉണ്ടാവുകയില്ല. സഹോദരന്മാരെ, മാലിക് ദീനാർ തൊട്ട് ഇന്ത്യയിലെ ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങൾ വരെ, ബഹുമാനപ്പെട്ട താജുദ്ദീൻ ചക്രവർത്തി പെരുമാൾ തൊട്ട് ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങൾ വരെ, അതുപോലെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ വരെ ഉള്ള ചരിത്രം, മുസ്ലിം നേതാക്കളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ മറ്റുള്ളവർ അവരുടെ അടുക്കൽ വന്നിട്ട് അവരുടെ സങ്കടം പറഞ്ഞ് അവരോട് പരിഹാരം സ്വീകരിച്ച് മടങ്ങിയ ചരിത്രമല്ലാതെ മുസ്ലിമീങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി സഹായം തേടിയ അവസരം അല്ലെങ്കിൽ ഒരു ഉദാഹരണം മുസ്ലിം കേരള ചരിത്രത്തിൽ കാണിച്ചു തരാൻ കഴിയുമോ? ഇതെന്താണ് മനസ്സിലാക്കി തരുന്നത്? ഇവരുടെ അടുക്കൽ കേവലം രൂപവും ഭാവവും മാത്രമേ ഉള്ളൂ, യഥാർത്ഥ്യമില്ല. തങ്ങളാണ്, ഹോജയാണ്, അതുപോലെ അഖിലേന്ത്യയാണ്, അഖില ലോകമാണ് എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഒക്കെ പറഞ്ഞിട്ട് അവസാനം ഒരു കാര്യം, കാരണം ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ജാമ്യവും മാന്യവുമാണ്, അതിൽ സിഹറിനെ ബാത്തിലാക്കലുമുണ്ട്. അത് പഠിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. അതുപോലെ എല്ലാ കാര്യങ്ങളും. പക്ഷെ ഇവരൊന്നും പഠിച്ചിട്ടില്ല. അതുകൊണ്ട് വെറും കുരൂപവും ഭാര്യയും തെറ്റി ജനങ്ങളെ പൊട്ടീസാക്കാൻ നടക്കുന്നത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ നിന്ന് ഇത്രയും ലജ്ജാകരമായിരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കി തീർത്തത് സഹോദരന്മാരെ എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളുടെ നേതാവാണെന്നോ
മുസ്ലിമീങ്ങളേതാ വന്നോ പണ്ഡിതന്മാരെന്നോ അവകാശപ്പെടാനുള്ള എല്ലാ അർഹതകളും ഈ കാര്യത്തോടുകൂടെ അവർക്കില്ല എന്നുള്ളത് അവർ നമ്മുടെ മുൻപിൽ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. എനിക്കിത് വേണമെങ്കിൽ ആ വന്ന പട്ടനും ഇപ്പോൾ ജീവിച്ചിട്ടുണ്ട്, ആ സംഭവത്തിൽ കൂടെ പോയിട്ടുള്ളവരും ജീവിച്ചിരിപ്പുണ്ട്, വേണമെങ്കിൽ തെളിയിക്കാൻ ഞാൻ തയ്യാറാണ് സഹോദരന്മാരെ. എന്നാൽ അതുപോലെ തന്നെയാണല്ലോ യഥാർത്ഥത്തിൽ ഇവരിതാ ഇന്നലെ വലിയ മഹായോഗം നടത്തും. യഥാർത്ഥത്തിൽ അത് ഡുബിളിയാണ്. അങ്ങനെയല്ലേ? ഡുബിളി തന്നെയല്ലേ? തീർച്ചയായും അങ്ങനെയാണ്. അത് എവർ നടത്തി നോക്കുക. അത് യഥാർത്ഥത്തിൽ ആ സംഘടന എന്ന് പറഞ്ഞാൽ അത് മഹ്സൂബാണ്. അത് സമസ്ത കേരളയിൽ ജംഇയ്യത്തുൽ ഉലമായിൽ നിന്ന് പിടിച്ചു പറ്റപ്പെട്ട ഒരു സംഘടനയാണത്. നിയമപരമായി ശറഈയായിട്ട് ഒരു നിമിഷം പോലും അവർക്ക് ആ സംഘടനയെ പേര് പറഞ്ഞു നടക്കാനുള്ള അർഹതയില്ല. ഏത് നിമിഷം അവർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായിൽ നിന്ന് പുറത്താക്കപ്പെട്ടോ ആ നിമിഷം മുതൽ സമസ്തന്റെ സ്ഥാപനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ സമസ്തന്റെ സംഘടനകളിൽ നിന്നും അവർ പുറത്താക്കപ്പെട്ടവരാണ്.